ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഒരു മർഡർ കേസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. റിധന്യ കേസ് തമിഴ്നാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മർഡർ കേസിന്റെ പുറകിലുള്ള റീസൺ വന്നിട്ട് സ്ത്രീധനം ആണ്. സ്ത്രീധനം എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഡൗറി എന്നാണ് പറയുന്നത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഇത് വന്നിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഏജൻസിയാണ്. ഈ ഏജൻസിയുടെ പർപ്പസ് വന്നിട്ട് ഇന്ത്യയിൽ ക്രിമിനൽസും പിന്നെ ക്രൈം ചെയ്യുന്ന കുറിച്ചുള്ള വിഷയങ്ങൾ ശേഖരിക്കുക, അനലൈസ് ചെയ്യുക, പിന്നെ ഡാറ്റയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഈ ഏജൻസി വന്നിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അടിയിലാണ് വർക്ക് ചെയ്യുന്നത്. NCRBയുടെ ലേറ്റസ്റ്റ് 2023 റിപ്പോർട്ട് പറയും ഡൗറി റിലേറ്റഡ് ക്രൈംസ് വന്നിട്ട് 14% ഇൻക്രീസ് ആയിരിക്കുക എന്ന്. 15,000-ൽ അധികം കേസസ് വന്നിട്ട് റെക്കോർഡ് ആയിരിക്കുവാണ്. 2023-ൽ 6,000-ൽ അധികം പേര് ഡൗറി റിലേറ്റഡ് ഇഷ്യൂ കൊണ്ട് മരിച്ചു പോയിരിക്കുക എന്ന് NCRB റിപ്പോർട്ട് പറയുന്നുണ്ട്. 2022-ൽ വന്നിട്ട് 13,479 കേസസ് റെക്കോർഡഡ് ആണ്. ഏറ്റവും അധികം കേസസ് രജിസ്റ്റർ ആയിരിക്കുന്നത് വന്നിട്ട് ടോപ്പ് 1 സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. 7,151 കേസസ് ആണ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. ടോപ്പ് 2 സ്റ്റേറ്റ് വന്നിട്ട് ബീഹാറാണ്. 3,665 കേസസ് ആണ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. പിന്നെ ടോപ്പ് 3 വന്നിട്ട് കർണാടക 2,322 കേസസ് ആണ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. ഇനി ചില സ്റ്റേറ്റ് വന്നിട്ട് 0 ഡൗറി കേസസ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നതാണ്. ആ സ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ഗോവ, ലഡാക്ക്, സിക്കിം ആൻഡ് അരുണാചൽ പ്രദേശാണ്. എപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്തായിരുന്നു ഡൗറി റിലേറ്റഡ് ഇഷ്യൂവിനെ കുറിച്ച്. അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. സ്ത്രീധനം കൊടുക്കുന്നതും മേടിക്കുന്നതും ഒരു വലിയ തെറ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കേസും വന്നിട്ട് ഈ ഡൗറി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കൊണ്ടാണ് അവളുടെ ജീവൻ പോയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കേസസ് കാണാൻ കിട്ടുന്നുണ്ട്. ഞാൻ ആൾറെഡി നിങ്ങൾക്ക് NCRBൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ ഈ ഡൗറി എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. ഞങ്ങൾ അതിനെ നോർമലായിട്ട് കാണാതിരിക്കുക. റിധന്യയുടെ കേസിലോട്ട് പോകുന്ന മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, സ്ത്രീധനം മേടിക്കുന്നതും പിന്നെ കൊടുക്കുന്നതും വന്നിട്ട് ലോയിൻ്റെ അണ്ടറിൽ വന്നിട്ട് അത് റോങ് ആണെന്ന്. കേസ് രജിസ്റ്റേർഡ് ആയ സ്ട്രിക്റ്റ് പെനാൽറ്റീസ് കിട്ടും എന്ന് അറിഞ്ഞാലും ഇന്നും സ്ത്രീധനം കൊടുക്കാറും മേടിക്കാറും ഉണ്ട്. റീസൺ എന്താ അറിയാവോ? ആദ്യത്തെ റീസൺ വന്നിട്ട് ഇത് വന്നിട്ട് അവരുടെ സോഷ്യൽ സ്റ്റേറ്റസും വെൽത്തും പ്രസ്റ്റീജും കൂട്ടും എന്നാണ് അവരുടെ ചിന്ത. രണ്ടാമത്തെ റീസൺ വന്നിട്ട് പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് സ്ത്രീകളെക്കാളും പുരുഷന്മാരിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ വന്നിട്ട് പെൺമക്കളെ ഒരു ഭാരമായിട്ടും ആൺമക്കളെ ഒരു ആസ്തിയായി കാണുന്നുണ്ടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ റീസൺ വന്നിട്ട്. ഇതിനൊക്കെയുള്ള സൊല്യൂഷനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പ്രകാശ് ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന കേസ് വന്നിട്ട് 10 കൊല്ലം മുന്നേ സംഭവിച്ച കേസല്ല, 5 കൊല്ലം മുന്നേയും സംഭവിച്ച കേസല്ല. റീസെൻ്റ് ആയിട്ട് 2025-ൽ സംഭവിച്ച കേസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. റിധന്യ കേസ് 2025 തമിഴ്നാട്. 2,000 കോടിയുടെ അടുത്ത് ചെലവ് ചെയ്ത് ഗംഭീരമായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. കല്യാണം കഴിച്ചിട്ട് വെറും 2 മാസത്തിൻ്റെ ശേഷം ഡൗറിയുടെ പ്രശ്നമുണ്ട്. ആ മെൻ്റൽ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ ജൂൺ 28, 2025 റിധന്യ തൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കല്യാണം കഴിക്കുന്ന മുന്നേ 500 ഗ്രാം സ്വർണം, 70 ലക്ഷത്തിൻ്റെ അടുത്ത് വില മതിപ്പുള്ള വോൾവോ ലക്സുറി കാർ സ്ത്രീധനമായി കൊടുക്കണമെന്ന് അവർ സംസാരിച്ചിട്ടുണ്ടാവും. റിധന്യ മരിക്കുന്ന മുന്നേ 7 വാട്സാപ്പ് വോയിസ് മെസ്സേജ് അച്ഛൻ അയച്ചിട്ടുണ്ടാവും. ആ വോയിസ് മെസ്സേജ് ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. RG അണ്ണാദൊരൈ വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഓണറാണ്. വൈഫ് വന്നിട്ട് ജയസുധ. ഇവർക്ക് ജനിച്ച മകളാണ് റിധന്യ. വയസ്സ് 27. ഇവൾ വന്നിട്ട് സോഫ്റ്റ് സ്പോക്കൺ ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ്. ഇനി അടുത്ത ഭാഗത്തിൽ ഫാദർ ഈശ്വരമൂർത്തി, പിന്നെ മദർ വന്നിട്ട് ചിത്രാദേവി. ഇവർക്ക് ജനിച്ച മകനാണ് കെവിൻ കുമാർ. 28 വയസ്സാണ്. ഇവർ വന്നിട്ട് പൊളിറ്റിക്കലി നല്ല പവറുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്, സോഷ്യലി വെൽ റെസ്പെക്റ്റഡ് ഫാമിലി ആയിരുന്നു. ഏപ്രിൽ 11, 2025 റിധന്യ പിന്നെ കെവിൻ കുമാർ നല്ല ഗംഭീരത്തോടെയാണ് കല്യാണം കഴിച്ചത്. കല്യാണത്തിന് മുന്നേ 500 ഗ്രാം സ്വർണം പിന്നെ ഒരു ലക്സുറി വോൾവോ കാർ വേണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായി. അതേ രീതിയിൽ 200 ഗ്രാം സ്വർണം പിന്നെ 70 ലക്ഷം മതിപ്പുള്ള വോൾവോ കാർ കൊടുത്തിട്ടുണ്ടാവും.
കല്യാണം കഴിച്ച ശേഷം റിധന്യ അവളുടെ ഹസ്ബൻഡുടെ വീട്ടിലോട്ട് പോകും. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ ശേഷം തന്നെ റിധന്യ അവളുടെ വീട്ടിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് കെവിനിയുടെ ഫാമിലി കൊടുക്കുന്ന മെന്റലും പിന്നെ ഫിസിക്കൽ ടോർച്ചറിനെ കുറിച്ച് അവൾ അച്ഛനോട് പറയും. മെന്റൽ ടോർച്ചർ വന്നിട്ട് എങ്ങനെയാ കൊടുത്തോന്ന് ഉണ്ടായേ എന്ന് വെച്ചാൽ, ബാക്കിയുള്ള 300 ഗ്രാം സ്വർണം എവിടെയാ, നീ എപ്പോൾ കൊണ്ടുവരും, പോയി കൊണ്ടുവാ, എൻ്റെ മകൻ 1000 കോടി കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായി, ഇതുപോലെയായിരുന്നു അവളിനെ മെന്റലായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടായത്. ആ സമയത്തിൽ വന്നിട്ട് റിധന്യയുടെ അച്ഛൻ വന്നിട്ട് മകളുടെ ഭവിഷ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവളെ അവിടെ കൊണ്ടുപോയി വിട്ടായിരുന്നു. ജൂൺ 22, 2025 റിധന്യ അവരുടെ മെന്റൽ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ അവൾ തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോകും. പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ട് അവൾ വീട്ടിൽ ആരോടും പറയത്തില്ല. ജൂൺ 28 രാവിലെ 9:30 സമയത്ത് വന്നിട്ട് അവൾ അമ്മയോട് ടെമ്പിളിലോട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് പോവും. ഉച്ചയ്ക്ക് 1 മണി സമയത്ത് വന്നിട്ട് റോഡിൽ ഒരു കാറ് കിടന്നിരിക്കുമായിരുന്നു. അതിലൊരു പെണ്ണ് വന്നിട്ട് അൺകോൺഷ്യസ് ആയി കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് അത് റിധന്യ എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറയും അവൾ വരുന്നയിടയ്ക്ക് മരിച്ചു പോയിരിക്കുവാണെന്ന്. അവൾ മരിക്കുന്ന മുന്നേ അവൾ 7 വോയിസ് നോട്ട് മെസ്സേജ് അച്ഛൻ അയച്ചിരിക്കുമായിരുന്നു. ആ വോയിസ് നോട്ടിൻ്റെ ആധാരത്തിലാണ് ഇത് വന്നിട്ട് സൂസൈഡ് അല്ല എന്ന് മനസ്സിലായത്. കെവിൻ കുമാറും പിന്നെ അവൻ്റെ ഫാമിലി വന്നിട്ട് മെൻ്റലി പിന്നെ ഫിസിക്കലി ശ്രീധരനെ കുറിച്ച് ചോദിച്ചിട്ട് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവൾ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായത്. റിധന്യയുടെ അച്ഛൻ വന്നിട്ട് കേസ് രജിസ്റ്റേർഡ് ചെയ്തപ്പോൾ ആ വോയിസ് നോട്ടിൻ്റെ ആധാരത്തിൻ്റെ മുകളിൽ കെവിൻ കുമാറും പിന്നെ അവൻ്റെ ഫാമിലിയെ അറസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി വന്നിട്ട് റിധന്യ അയച്ചേക്കുന്ന വോയിസ് മെസ്സേജിനെ ഞാൻ പ്ലേ ചെയ്യുമെന്നാണ്. അതിന് മുന്നേ ഞാൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം. ഐ ആം റിയലി സോറി. എൻ്റെ ജീവിതം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല. എന്നെ ക്ഷമിക്കണേ. ഞാൻ ജനിച്ച മുതൽ ഇപ്പോൾ വരെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയതിന് എന്നെ ക്ഷമിക്കണേ. കെവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇനി അവൻ്റെ ഫാമിലി ക്രിമിനൽ ഫാമിലി പ്ലാൻ ചെയ്ത് എന്നെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു. എനിക്ക് എൻ്റെ ഇനിയുള്ള ജീവിതം കെവിൻ്റെ കൂടെ തുടരാൻ ഇഷ്ടമില്ല. ഇനി ഇതിൻ്റെ ഒക്കെ പുറത്ത് വന്ന് എനിക്ക് വേറെ ജീവിതം തുടങ്ങാനും ഇഷ്ടമില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുന്നതും ഇഷ്ടമില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കെവിൻ തരുന്ന മെൻ്റലും പിന്നെ ഫിസിക്കൽ ടോർച്ചർ എൻ്റെ കയ്യിൽ സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ കഷ്ടത്തിന് ആരോട് പറയണം എന്ന് അറിയുന്നില്ല. ഇനി വന്നിട്ട് ആരുടെയെങ്കിലും അടുത്ത് വന്നിട്ട് അത് പറഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറയും. പിന്നെ വന്നിട്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഇനി ജീവിതം നല്ലോണം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, എത്രയൊക്കെ കഷ്ടം സഹിക്കുന്നുണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും അഭിനയിക്കുവാണ്. ഞാൻ ആരോടും കള്ളം പറഞ്ഞില്ല. ലൈഫ് ലോങ് ഞാൻ നിങ്ങൾക്കും ഭാര ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്രാവശ്യം എൻ്റെ മുകളിൽ ഒരു തെറ്റുമില്ല. മെൻ്റലി അവൻ അസാൾട്ട് ചെയ്യുവാണ്, ഫിസിക്കലി ടോർച്ചർ ചെയ്യുവാണ്. എൻ്റെ ഈ പരിസ്ഥിതിന് കവിൻ ആൻഡ് അവൻ്റെ ഫാമിലിയാണ് കാരണം. എനിക്ക് ഈ ലൈഫ് വേണ്ട എന്നാണ് അവൾ വന്നിട്ട് ആ വോയിസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ എൻ്റെ വോയിസിൽ കേട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ കണക്റ്റായി എന്ന് എനിക്കറിയത്തില്ല. സമയം കിട്ടുവാണെങ്കിൽ റിധന്യയുടെ വോയിസ് നോട്ട് പോയി കേൾക്കാം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഇൻസിഡൻറ്റ്സ് വന്നിട്ട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പെടുന്നുണ്ട്, ചിലതൊക്കെ ജനങ്ങൾ അറിയാൻ പെടുന്നുണ്ട്, ചിലതൊക്കെ ആരും അറിയാതെ തന്നെ അങ്ങനെ തന്നെ അത് മാഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തുവാ എന്ന് പറയുമ്പോൾ, ഈ ടോട്ടലായിട്ട് ഞങ്ങൾ ഈ ഡൗറി, ഈ ശ്രീധനം എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് ആൾറെഡി വന്നിട്ട് ഒരു ലോ ഉണ്ട്, ഡൗറി പ്രോഹിബിഷൻ ആക്ട് 1961. ഇതിൽ വന്നിട്ട് ഡൗറി കൊടുക്കുന്നയോ പിന്നെ മേടിക്കുന്നയോ തെറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അണ്ടറിൽ വന്നിട്ട് കേസ് രജിസ്റ്റർ ആയെങ്കിൽ അവർക്ക് സ്ട്രിഞ്ചൻറ്റ് പണിഷ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ് വന്ന് കുറയുന്ന സാധ്യത കൂടുതലാണ്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ വന്നിട്ട് എഡ്യൂക്കേഷൻ പിന്നെ അവയർനെസ് ആണ്. ജെൻഡർ ഈക്വാലിറ്റിയും പിന്നെ ലീഗൽ റൈറ്റ്സിനെ കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നീട് വന്നിട്ട് മാസ് അവയർനെസ് ക്യാമ്പയിൻ വന്നിട്ട് റൂറൽ ഏരിയയിലോ ഇല്ലെങ്കിൽ സെമി അർബൻ ഏരിയസിൽ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. മൂന്നാമത്തെ സൊല്യൂഷൻ വന്നിട്ട് വുമനെ എംപവർ ചെയ്യുവാണ്. അവർക്ക് സ്കില്ല് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും. ആ സമയത്ത് അവർ ഇതുപോലത്തെ ഡിസിഷൻസ് എടുക്കാറില്ല. പിന്നീട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം വന്നിട്ട് ഇപ്പോൾ വുമന് വന്നിട്ട് ഒരു ഡൗറി കേസസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഒരുപാട് എൻകറേജ് ചെയ്യുവാണ്.
ഫൈനൽ സൊല്യൂഷൻ വന്നിട്ട് സൊസൈറ്റിയിലിരിക്കുന്ന ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതാണ്. അത് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ റിലീജിയസ് ലീഡറും ഇല്ലെങ്കിൽ സെലിബ്രിറ്റീസോ കമ്മ്യൂണിറ്റി ഹെൽഡർ വന്നിട്ട് ഡൗറിയുടെ അഗെയിൻസ്റ്റ് സംസാരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. എനിക്ക് ഫൈനലായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. മാരേജ് വന്നിട്ട് ഒരു യൂണിയൻ ഓഫ് ഈക്വൽസ് ആണ്. അതൊരു ട്രാൻസാക്ഷൻ അല്ല. അതൊന്ന് മനസ്സിലാക്കുക.